शिवोऽहं 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 चिदानन्दरूप शिवोऽहं शिवोऽहं. നമസ്തേ. കഴിഞ്ഞ ദിവസം നാം സന്യാസത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പൂർത്തിയായിട്ടില്ല. സന്യാസോപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: അഥാത സന്യാസോപനിഷത്തം വ്യാഖ്യാസ്യാമ. എങ്ങനെയാണ് സന്യാസി? യ അനുക്രമേണ സന്യസ്യതി സ സന്യസ്തോ ഭവതി. ഒരു വ്യക്തി ക്രമേണ പ്രപഞ്ചത്തെ ത്യജിക്കുന്നു. പ്രപഞ്ചത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ത്യജിക്കുവാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ത്യജിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ മെല്ലെ മെല്ലെ ക്രമത്തിൽ ഉള്ളിലുള്ള എല്ലാ കളങ്കങ്ങളെയും ത്യജിച്ചു കഴിയുമ്പോൾ, എല്ലാ മലങ്ങളും നീങ്ങിക്കഴിയുമ്പോൾ ഉള്ളിലുള്ള ആ ജ്യോതി, ആ ആത്മപ്രകാശം തെളിഞ്ഞു വരും. അപ്പോൾ ഞാനും ഈശ്വരനും ഒന്ന് എന്നുള്ള ഭാവം അവിടെ ഉണ്ടാകുകയും അവിടെ ഒരു അദ്വൈത ഭാവം വരികയും ചെയ്യുന്നു. അദ്വൈതം നവമാശ്രിത്യ ജീവൻ മുക്തമവാപ്നുയാത്. അദ്വൈതമാകുന്ന നൗകയിൽ കയറി ജീവൻ മുക്തത്വത്തെ കൈവരിക്കാം എന്ന് സന്യാസോപനിഷത്ത് പറയുന്നു. അങ്ങനെ സന്യാസോപനിഷത്ത് പ്രകാരം ഈ പ്രപഞ്ചം ആകുന്ന ഈ മായയിൽ നിന്നും ഒരു വ്യക്തി സ്വയം എങ്ങനെ രക്ഷപ്പെട്ട് വരുന്നുവോ ആ വ്യക്തിയാണ് സന്യാസിയായിട്ട് തീരുന്നത്. ആശ്രമങ്ങളെല്ലാം തന്നെ സന്യാസി ജീവിക്കുന്ന സ്ഥലം, സന്യാസി എവിടെയാണോ അവിടെ ആശ്രമമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആശ്രമം ഉണ്ടാക്കുകയല്ല. എവിടെയാണോ സന്യാസി ഇരിക്കുന്നത് അത് ആശ്രമമായിട്ട് തീരുന്നു, ആശ്രമമായിട്ട് തീരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവും പറഞ്ഞത് നാം പറഞ്ഞു: നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. 3 ലോകങ്ങളിലും എനിക്ക് യാതൊരു വിധത്തിലുള്ള കർത്തവ്യവും ഇല്ല. ഭൂർ ഭുവ സ്വഹ. 3 ലോകത്തിലും എനിക്ക് കർത്തവ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഈ ലോകസംഗ്രഹത്തിനായി, ലോകത്തിന്റെ നന്മയ്ക്കായി കർത്തവ്യത്തെ പാലനം ചെയ്യുന്നു. അതില് എനിക്ക് ഫലേച്ഛ ഇല്ല എന്നതുപോലെ ആയിരിക്കണം ഒരു സന്യാസി ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന സന്യാസിക്ക് ഈ ലോകത്തില് എന്ത് തന്നെ നടന്നാലും, നല്ലത് നടന്നാലും ചീത്ത നടന്നാലും ഒന്നും ആ സന്യാസിക്ക് അതില് ഒട്ടൽ ഉണ്ടാകുന്നില്ല. ഹിന്ദുക്കളുടെ സംരക്ഷണാർത്ഥം ആ ഒരു പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനായി ഹിന്ദു എന്ന് മാത്രമല്ല ഈ ലോകത്തിൽ ഉണ്ടാകുന്ന എല്ലാ അധർമ്മ പ്രവർത്തനങ്ങളെയും ഇല്ലാതെയാക്കി ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ് ഒരു സന്യാസിയുടെ ലക്ഷ്യം. സാധുവിനെ സംരക്ഷിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ആ സാധു സംരക്ഷണം നടന്നാൽ ഈ ലോകത്തിൽ ധർമ്മം നിലനിർത്തപ്പെടും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആദ്യം തന്നെ ചെയ്യുന്നത് പരിത്രാണായ സാധൂനാം, സാധുക്കളെ സംരക്ഷിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പരിത്രാണായ സാധൂനാം. പിന്നെയോ വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതങ്ങളെല്ലാം നശിപ്പിക്കുന്നു. പിന്നീടാണ് ധർമ്മം സംസ്ഥാപനം ചെയ്യപ്പെടുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഒരു നാമവും ഒരു രൂപവും സ്വീകരിച്ചുകൊണ്ട് ആ പരമാത്മാവ് ഒരു അവതാരമായിട്ട്, അതായത് മായ കലർത്തിയാൽ മാത്രമേ കലിയുഗ ജനതയ്ക്ക് മനുഷ്യന് മനസ്സിലാക്കുകയുള്ളൂ എന്നതുകൊണ്ട് ആ മായ കലർന്ന് പുരുഷനായിട്ട് അവതരിക്കുന്നു. എന്നിട്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നു. അങ്ങനെയുള്ള സന്യാസിമാരെ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നമസ്കരിക്കുവാനായിട്ട്, റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റേഷൻ ആയാലും എവിടെ വെച്ചായാലും നമസ്കരിക്കുന്ന പക്ഷം അതിൻ്റെ ഗുണം അവർക്കല്ല, ആരാണോ നമസ്കരിക്കുന്നത് അവർക്കാണ്. ഒരു മനുഷ്യന്റെ പാദങ്ങളിൽ ആ മനുഷ്യന്റെ ഉപാസനയുടെ ഊർജം അടങ്ങിയിരിക്കും.
ആ പാദം സ്പർശിക്കുന്നതിലൂടെ വിരലുകളിലൂടെയും നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലൂടെയും ആ ഉപാസനയുടെ ഒരു അംശം നമ്മിലേക്കും കലർന്നു വരും. അങ്ങനെ സന്യാസോപനിഷത്ത് പ്രകാരം സന്യാസിമാര് പ്രധാനമായിട്ട് 4 തരമാണ്. കുടീചകൻ, ബഹൂതകൻ, ഹംസൻ, പരമഹംസൻ. പിന്നെയും തുര്യൻ, തുര്യാതീതൻ, അവധൂതൻ എന്നൊക്കെയുണ്ട്. എങ്കിലും ഈ 4 അതായത് കുടീചകൻ, ബഹൂതകൻ, ഹംസൻ, പരമഹംസൻ എന്ന 4 വിഭാഗക്കാരാണ് പ്രധാനമായിട്ട് ഉള്ളത്. സന്യാസിമാരെ ഒരു സന്യാസി ഒരു കർമ്മം നടക്കുമ്പോൾ ആ സ്ഥലത്ത് അവിചാരിതമായി ഒരു സന്യാസി എത്തിച്ചേരുകയാണെങ്കിൽ ആ കർമ്മത്തിന്റെ പവിത്രത, ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠതയാണ് നാം അതിൽ നിന്നും ലക്ഷണമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ കർമ്മം പവിത്രമായതുകൊണ്ടാണ് ഒരു സന്യാസി അവിടെ എത്തിച്ചേർന്നത്. ഇനി ഒരു സന്യാസി എത്തിച്ചേർന്നാലോ എങ്ങനെയാണ് ആ സന്യാസിയെ നാം സ്വീകരിക്കേണ്ടത്? ഒരു സന്യാസി എത്തിച്ചേർന്നാൽ ആ സന്യാസിക്ക് പൂർണ്ണകുംഭം നൽകി, പാദം കഴുകിച്ച് പൂർണ്ണകുംഭം നൽകി, ആ പൂർണ്ണകുംഭം നൽകുന്ന സമയത്ത് ഒരു മന്ത്രമുണ്ട്. കർമ്മണാന പ്രചയാധനേന ത്യാഗേനേകേന അമൃതത്വമാനശു എന്ന മന്ത്രം. അത് തൈത്തിരീയ ഉപനിഷത്തിലുള്ളതാണ്. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് കാവി വസ്ത്രം വിരിച്ചിട്ടുള്ള ഒരു ആസനത്തിൽ ആസനസ്ഥനാക്കി പാദപ്രക്ഷാളനം ചെയ്ത് പാദപൂജ ചെയ്ത് വസ്ത്രവും ദക്ഷിണയും ഫലമൂലാദികളും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിന് തൃപ്തിയാവണം. നമുക്ക് ദാനം കൊടുക്കാനേ സാധിക്കൂ. ഞാൻ ഒരാൾക്ക് ദാനം കൊടുത്താൽ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് സ്വീകരിക്കാൻ ഉള്ള മനസ്സ്, സന്മനസ്സ് അദ്ദേഹത്തിനുണ്ടാവണം. അത്തരത്തിൽ ഒരു സന്യാസിയെ സ്വീകരിക്കുക. ഓരോ വിഭാഗത്തിലുള്ള ജനതകളെയും ഒരു സ്വീകരിക്കുന്ന സമയത്ത് പ്രത്യേക മന്ത്രങ്ങളുണ്ട്. ഒരു ബ്രാഹ്മണനെ സ്വീകരിക്കുന്ന സമയത്ത് പുരുഷ സൂക്തം ജപിച്ചുകൊണ്ടാണ് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കേണ്ടത്. അങ്ങനെ